കോവിഡ് മഹാമാരിക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് വല്ലാതെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. കുടുംബത്തിൻ്റെ നെടുന്തൂണാവേണ്ട 30-45 പ്രായപരിധിയിലുള്ളവർ പോലും അപ്രതീക്ഷിതമായി മരണപ്പെടുകയോ അല്ലെങ്കിൽ കിടപ്പിലാവുകയോ ചെയ്യുന്നത് അങ്ങേറ്റം വേദനാജനകമാണ്. മുമ്പ് 60 വയസ്സിന് മുകളിൽ കണ്ടിരുന്ന ഈ രോഗാവസ്ഥ ഇപ്പോൾ യുവാക്കളിലും കുട്ടികളിൽ പോലും വ്യാപകമാകുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. കോവിഡിന് ശേഷം വ്യാപകമായി കാണപ്പെടുന്ന ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലിനിക്കൽ പഠനം നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. കൂടാതെ ഒരു സംസ്ഥാനതല സ്റ്റോക്ക് രജിസ്റ്റർ ആരംഭിക്കുന്നത് ഉചിതമായിരിക്കും. സ്റ്റോക്ക് ചികിത്സ സാധാരണക്കാരന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സ്വകാര്യ ആശുപത്രികളിൽ ഭാരിച്ച ചെലവ് കാരണം പല കുടുംബങ്ങളും കടക്കണിയിലാവുകയാണ്. സ്റ്റോക്ക് വന്നാലുടൻ നൽകേണ്ട ചികിത്സയും വില കൂടിയ മരുന്നുകളും എല്ലാ താലൂക്ക് ആശുപത്രികളിലും സൗജന്യമായി ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനാൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും അത്യാധുനിക സ്റ്റോക്ക് യൂണിറ്റുകളും താലൂക്ക് തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CT സ്കാൻ സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളെയും പ്രാദേശിക ആശുപത്രികളെയും സംബന്ധിച്ച് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക നടപ്പിലാക്കണം. സ്ട്രോക്ക് അതിജീവിച്ചവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങാൻ മാസങ്ങളോളം നീളുന്ന ഫിസിയോതെറാപ്പി ആവശ്യമാണ്. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ ഇതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ്. പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ കമ്മ്യൂണിറ്റി ഫിസിയോതെറാപ്പി സെന്ററുകൾ ആരംഭിക്കണം. കിടപ്പിലായ രോഗികൾക്കായി മൊബൈൽ യൂണിറ്റ് ഫിസിയോതെറാപ്പി പദ്ധതി ആവിഷ്കരിക്കണം. കൂടുതൽ ഫിസിയോതെറാപ്പിസ്റ്റുകളെ നിയമിക്കുകയും കൂടുതൽ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നടപ്പിലാക്കുകയും വേണം. സർ, കുടുംബനാഥൻ രോഗബാധിതനാകുമ്പോൾ തകരുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ സ്ട്രോക്ക് ചികിത്സയ്ക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്തണം. രോഗം ഭേദമായവർക്കായി പ്രത്യേക തൊഴിൽ പുനരധിവാസ പദ്ധതികളും ആവിഷ്കരിക്കണം. യുവാക്കൾക്കിടയിൽ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ആശാവർക്കർമാർ, യൂത്ത് ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ വഴി വിപുലമായ ബോധവൽക്കരണവും പോസ്റ്റ് കോവിഡ് സ്കാനിംഗ് ക്യാമ്പുകളും സംഘടിപ്പിക്കണം. ഈ ഗൗരവകരമായ സാഹചര്യത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് സമഗ്ര ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട ആവശ്യകതയിലേക്കാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ.